സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ എക്സാമിന്. പഠിച്ചായിരുന്നോ? പഠിച്ചു തുടങ്ങിയായിരുന്നു? ഓക്കെ, ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, മുൻവർഷ ചോദ്യ പേപ്പർ പരിശീലനമാണ് കേട്ടോ. മാത്സ് ആണ്, ഗണിതമാണ്. എല്ലാവരും നോട്ട്ബുക്കും പെന്നും കയ്യിൽ കരുതണം. ഓക്കെ, യെസ്. 2022-2023 ആ ഇയറിൽ ചോദിച്ച മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. മോഡൽ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതേ മാതൃകയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസർ എഴുതാനായിട്ട് കഴിയും. ഓക്കെ, മലയാളം മീഡിയം കുട്ടികൾക്കായിട്ടും ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കായിട്ടും ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ? റെഡിയാണോ? യെസ്. ഒന്നാമത്തെ പ്രവർത്തനമായിട്ട് ചോദിച്ചത് വായനാ വസന്തമാണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്ക് ടീച്ചർ പറഞ്ഞു തരാം. ആദ്യം മലയാളത്തിൽ വായിച്ച ശേഷം ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം കേട്ടോ. വായനാ വസന്തം. മാൻകാട് പഞ്ചായത്തിലെ 6 LP സ്കൂളുകൾ പുസ്തക ശേഖരണം നടത്തി. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലാക്കണം, എന്നിട്ട് ആൻസർ എഴുതാവൂ കേട്ടോ. മാൻകാട് പഞ്ചായത്തിൽ 6 LP സ്കൂളുകളുണ്ട്. ഈ 6 LP സ്കൂളുകളും പുസ്തക ശേഖരണം നടത്തി. അപ്പോൾ ഓരോ സ്കൂളുകൾക്കും കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണമാണ് താഴെ ചേർക്കുന്നത്. LP സ്കൂൾ കടുവക്കുന്ന് 356 പുസ്തകങ്ങൾ ശേഖരിച്ചു. ആനമല 420, മയിൽമേട് 901, കരടിപ്പാറ 283, കാക്കപ്പറമ്പ് 507, മുയൽക്കുന്ന് 494. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലായല്ലോ. മാൻകാട് എന്ന പഞ്ചായത്തിൽ 6 LP സ്കൂളുകളുണ്ട്. ഈ 6 LP സ്കൂളുകളും വായനാ വസന്തത്തിനായിട്ട് പുസ്തക ശേഖരണം നടത്തി. 6 LP സ്കൂളുകളുടെ പേരിവിടെ നൽകിയിട്ടുണ്ട്. കടുവക്കുന്ന്, ആനമല, മയിൽമേട്, കരടിപ്പാറ, കാക്കപ്പറമ്പ്, മുയൽക്കുന്ന്. ഈ ഓരോ സ്കൂളിനും കിട്ടിയ പുസ്തകങ്ങളുടെ എണ്ണവും നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കായിട്ടാണ് വായനാ വസന്തം. ഇൻ കണക്ഷൻ വിത്ത് വായനാ വസന്തം 6 LP സ്കൂൾസ് ഓഫ് മാൻകാട് പഞ്ചായത്ത് കണ്ടക്റ്റഡ് എ ബുക്ക് കളക്ഷൻ. മാൻകാട് പഞ്ചായത്ത് ബുക്ക് കളക്ഷൻ നടത്തുകയാണ്. 6 LP സ്കൂളാണ് മാൻകാട് പഞ്ചായത്തിലുള്ളത്. ഈ 6 LP സ്കൂളുകളും ബുക്ക് കളക്ഷൻ നടത്തി. നമ്പർ ഓഫ് ബുക്സ് കളക്റ്റഡ് ബൈ ഈച്ച് സ്കൂൾ ആർ ലിസ്റ്റഡ് ബിലോ.
ഇവിടെ താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ 6 സ്കൂളുകൾക്കും ശേഖരിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ എണ്ണം നൽകിയിട്ടുണ്ട്. ഇത് നെയിം ഓഫ് സ്കൂളാണ്, നമ്പർ ഓഫ് ബുക്സ് ആണ്, നമ്പർ ഓഫ് ബുക്സ് കളക്റ്റഡ്. ഓക്കെ, കടുവക്കുന്ന് 356, 356. ആനമല 420, മയിൽമേട് 901, കരടിപ്പാറ 283, കാക്കപ്പറമ്പ് 507, മുയൽക്കുന്ന് 494. ക്വസ്റ്റ്യൻ നല്ലതുപോലെ മനസ്സിലായല്ലോ. ഇനി ഇതിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ബുക്ക് ഉണ്ടല്ലോ? ബുക്ക് ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് വേഗത്തിൽ ആൻസർ എഴുതാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വേഗത്തിൽ ആൻസർ എഴുതണം കേട്ടോ. വിച്ച് സ്കൂൾ കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബുക്സ്? വിച്ച് സ്കൂൾ, ഏത് സ്കൂളാണ് കളക്ട് ചെയ്തത് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബുക്സ്? മോസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണം. മോസ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കൂടുതൽ എണ്ണം. ലെസ് എന്ന് പറഞ്ഞാൽ കുറവ്. മോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് കേട്ടോ. ഓക്കെ, മോസ്റ്റ് നമ്പർ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ബുക്ക് ശേഖരിച്ച സ്കൂൾ ഏത്? ഹൗ മെനി ബുക്സ്, എത്ര ബുക്കുകൾ? ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏത്? പുസ്തകങ്ങളുടെ എണ്ണം എത്രയാണ്? പുസ്തകങ്ങളുടെ എണ്ണം ഇവിടെ നൽകിയിട്ടുണ്ട്. ഏത് സ്കൂളെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് പുറകിലേക്ക് പോകണം. ഏതാ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ആർക്കാ കിട്ടിയേ? അതിനായിട്ട് എന്ത് ചെയ്യണം, ദാ ആദ്യത്തെ നമ്പർ, ആദ്യത്തെ ഡിജിറ്റ് ഏത് ആർക്കാണ് വലുതെന്ന് നോക്കുക. 3നേക്കാളും വലുതാണ് 4, 4നേക്കാളും വലുതാണ് 9, 9, 9നേക്കാളും ചെറുതാണ് 2, അപ്പോൾ 9നേക്കാളും ചെറുതാണ് 5, 9നേക്കാളും ചെറുതാണ് 4. അപ്പോൾ ഏറ്റവും വലുത് 9 ആണല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ ശേഖരിച്ച ആരായിരിക്കും? മയിൽമേട് LP സ്കൂൾ. ഏറ്റവും കൂടുതൽ ആരായിരുന്നു? മയിൽമേട് 901. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 901 അത് ആർക്കായിരുന്നു? മയിൽമേടിനായിരുന്നു. നിങ്ങൾ പറഞ്ഞോളൂ, വിച്ച് സ്കൂൾ കളക്റ്റഡ് ദ മോസ്റ്റ് നമ്പർ ഓഫ് ബുക്സ്? ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏതാ? മയിൽമേട് ഗവൺമെന്റ് LP സ്കൂൾ. ഹൗ മെനി ബുക്സ്? 901. ഏറ്റവും കൂടുതൽ പുസ്തകം ശേഖരിച്ച സ്കൂൾ ഏതായിരുന്നു? മയിൽമേട് ഗവൺമെന്റ് LP സ്കൂൾ. പുസ്തകങ്ങളുടെ എണ്ണം 901 ആയിരുന്നു. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നിങ്ങൾ ടീച്ചറിനെക്കാളും വേഗത്തിൽ ആൻസർ കണ്ടെത്തണം, എഴുതണം. കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, റെഡിയാണോ? നിങ്ങൾ കണ്ടെത്തുവോ? ആൻസർ കണ്ടെത്തുവോ? ഫസ്റ്റ് എടുക്കുവോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കാം കേട്ടോ. നിങ്ങൾക്കാണോ ഫസ്റ്റ് കിട്ടുക, ടീച്ചറിനാണോ ഫസ്റ്റ് കിട്ടുക എന്ന് നോക്കാം. ഓക്കെ, അറിയാത്ത കുട്ടികളാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, അത് നോക്കി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുസ്തകങ്ങളുടെ എണ്ണത്തെ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിക്കണം. വലുതിൽ നിന്നും ചെറുതിലേക്ക്. അറേഞ്ച് ദ നമ്പർ ഓഫ് ബുക്സ്. അറേഞ്ച് ചെയ്യണം ബുക്കിനെ. എങ്ങനെയാ? ഫ്രം ദ ലാർജസ്റ്റ് ടു ദ സ്മോളസ്റ്റ്. വലുതിൽ നിന്നും ചെറുതിലേക്ക്. ആൻഡ് റൈറ്റ് ദം. എന്നിട്ടത് എഴുതുകയും വേണം. ദാ നോക്കി, ഇവിടെ ബുക്കിന്റെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ. ബുക്കുകളുടെ എണ്ണം ടീച്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. വേഗത്തിൽ നിങ്ങളൊന്ന് എഴുതിയേ, വേഗത്തിലൊന്ന് എഴുതിയേ. വലുതിൽ നിന്ന് ചെറുതിലേക്ക്. അപ്പോൾ ആദ്യം എഴുതേണ്ട നമ്പർ ഏതാണ്? വലിയ നമ്പർ ഏതാണ്? വലുത് നമ്മൾ നോക്കിയായിരുന്നു. യെസ്, 901, 901. അടുത്തത് എഴുതിക്കോളൂ. അടുത്ത നമ്പർ എഴുതിയായിരുന്നോ? ശരിയാണോ നോക്കാം. നെക്സ്റ്റ് നമ്പർ 9 ആണ്. ഇവിടെ ഫസ്റ്റ് നമ്പർ നോക്കുക. ഇവിടെ 9 ആണ് ഏറ്റവും വലുതല്ലേ. നെക്സ്റ്റ് ഏതാണ്? 5 ആണ്. 9 കഴിഞ്ഞാൽ 9 നമ്മൾ വെട്ടിക്കഴിഞ്ഞു. ഇനിയുള്ളത് 5 ആണ്. 5 ആണ് ഇനിയുള്ളതിൽ ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം? 507, 507, 507. ഓക്കെ, 507 കഴിഞ്ഞു. ഇനി ഏറ്റവും വലുത് ഏതാണ്? 400-ൽ 2 എണ്ണം ഉണ്ട്. 420, 494. അങ്ങനെ വരുമ്പോൾ സെക്കൻഡ് നമ്പർ ഏറ്റവും വലുത് ഏതാണെന്ന് നോക്കാം. സെക്കൻഡ് നമ്പർ ഏതാ? 9 ആണല്ലേ. അപ്പോൾ അടുത്ത് വരിക 494. 494 കറക്റ്റ് ആണോ? നിങ്ങൾക്ക് കറക്റ്റ് ആണോ? യെസ്, കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? ഓക്കെ, വിച്ച് നമ്പർ ഈസ് നെക്സ്റ്റ്? നെക്സ്റ്റ് നമ്പർ ഏതാ?
420. 400-ൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, 494 420. അതിൽ 494 വലുതാണ്, 420 ചെറുതാണ്. എങ്ങനെ മനസ്സിലാക്കി? സെക്കൻഡ് നമ്പർ 9-നെക്കാളും ചെറുതാണ് 2 അല്ലേ? അപ്പോൾ 9 ആണ് വലുത്. അപ്പോൾ 494 ആദ്യം എഴുതി, 420 രണ്ടാമത് എഴുതി. 420യും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്പർ 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്, 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഉണ്ട്. വലുത് നിന്ന് ചെറുതിലേക്കാണ് എഴുതേണ്ടത്. അപ്പോൾ വലുത് ഏതാ? 356, 356. ഓക്കെ. ഇനി ലാസ്റ്റ് വൺ 283, 283. എത്ര പേർക്ക് കറക്റ്റ് ആണ്? പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. ഉത്തരം ശരിയായവർ കൈ ഉയർത്തിയേ, നോക്കട്ടെ. ഓക്കെ, കറക്റ്റ് ആണോ? തെറ്റിപ്പോയില്ലല്ലോ? തെറ്റിപ്പോയവരുണ്ടെങ്കിൽ കറക്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മീനുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിലെ അവസാന പുസ്തക നമ്പർ 615 ആണ്. ഇപ്പോൾ കിട്ടിയ 10 പുസ്തകങ്ങൾക്ക് തുടർന്നുള്ള നമ്പർ നൽകൂ. The number given for the last book in Meenu school library is 615. Give the consecutive numbers to the 10 new books that they got now. എന്ന് പറഞ്ഞാൽ മീനുവിൻ്റെ സ്കൂൾ ലൈബ്രറിയിൽ പുസ്തകം കളക്ട് ചെയ്തു അല്ലേ? പുസ്തകം കളക്ട് ചെയ്തു. അങ്ങനെ അവർ എണ്ണി നോക്കിയപ്പോൾ 615 പുസ്തകങ്ങൾ വരെ ഉണ്ടായിരുന്നു. 615 വരെ എണ്ണി. അത്രയായപ്പോൾ കഴിഞ്ഞു. 615, 615 പുസ്തകങ്ങൾ. ഇപ്പോൾ എന്ത് ചെയ്തു? 10 പുസ്തകങ്ങൾ കൂടി കിട്ടി. ഇപ്പോൾ 10 പുസ്തകങ്ങൾ കൂടി കിട്ടി. 615 ബുക്ക് കിട്ടി, 615 പുസ്തകവും മാറ്റി വെച്ചു. വീണ്ടും 10 പുസ്തകങ്ങൾ കൂടി കിട്ടി. അതിന് നമ്പർ നൽകൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 615 വരെ കൊടുത്തു. നെക്സ്റ്റ് നമ്പർ 616, 617, 618. ഓക്കെ, കംപ്ലീറ്റ് ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്യൂ, കംപ്ലീറ്റ് ചെയ്യൂ. തെറ്റാതെ എഴുതണം കേട്ടോ. ഫസ്റ്റ് നമ്പർ എന്താ വരിക? 616. 615 കഴിഞ്ഞാൽ 616, 617. കംപ്ലീറ്റ് ചെയ്തോ? വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യണേ. എത്ര പേർ കംപ്ലീറ്റ് ചെയ്തു? ഓക്കെ, ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. 616, 617, 618, 619, 620, 621, 622, 623, 624, 625. 616, 617, 618, 619, 620, 621, 622, 623, 624, 625. എത്ര പേർക്ക് കറക്റ്റായി? കറക്റ്റായോ? ഓക്കെ, അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. സി ക്വസ്റ്റ്യന് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ മെയ്ഡ് ബൈ 705 ones? വാട്ട് ഈസ് ദ നമ്പർ? നമ്പർ ഏതാണ് മെയ്ഡ് ബൈ 700, 7 നൂറുകളും ആൻഡ് 5 ones, 5 ഒന്നുകളും. 7 നൂറുകളും 5 ഒന്നുകളും ചേർന്ന് ഉണ്ടാകുന്ന സംഖ്യ ഏതാണ്? 7 നൂറുകളും 5 ഒന്നുകളും ചേർത്ത് ഉണ്ടാക്കാവുന്ന സംഖ്യ ഏത്? വാട്ട് ഈസ് ദ നമ്പർ മെയ്ഡ് ബൈ 705 ones? ആൻസർ അറിയാവുന്നവർ വേഗത്തിൽ എഴുതിക്കോളൂ. ഓക്കെ, എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അറിയാത്തവർക്ക് ടീച്ചർ പറഞ്ഞുതരാം. എത്ര നൂറുകളാണുള്ളത്? 7 നൂറുകൾ. അപ്പോൾ 700. 700s. 700s എന്ന് പറഞ്ഞാൽ 700. 700s എന്ന് പറഞ്ഞാൽ 700. ഇനി 5 ones. 5 ones എന്ന് പറഞ്ഞാൽ 5. 5 ones എന്ന് പറഞ്ഞാൽ 5. ഓക്കെ, ഇതെന്ത് ചെയ്യാം? അപ്പോൾ ചേർന്നാൽ സംഖ്യ ഏതാണെന്ന് അറിയാൻ വേണ്ടി അഡീഷൻ ചെയ്താൽ മതി കേട്ടോ. ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0 + 5, 5. 0, 7. 705. 705. 705 is the right answer. എത്ര പേർക്ക് കറക്റ്റ് ആണ്? ആരെങ്കിലും 750 എഴുതിയിട്ടുണ്ടോ? 750 എന്ന് എഴുതി ആരെങ്കിലും ഉണ്ടോ?
ഓക്കെ, തെറ്റാണ് കേട്ടോ. അത് മനസ്സിലായല്ലോ? എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, 700 പ്ലസ് 5 വൺസ് എന്ന് പറയുമ്പോൾ 5 തന്നെ. അപ്പോൾ 705 ആണ് കിട്ടുക. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിരുന്നോ? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ അറിയാലോ? അറിയാം. ഓക്കെ ചിൽഡ്രൻ, ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്, ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.